ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ സമയം 6:30 ഞാൻ നമ്മളെ പട്ടിക്കുട്ടന്മാരെ എല്ലാം എഴുന്നേറ്റ് പഠിപ്പിച്ച് നമുക്ക് ചായ ഇടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ നമുക്ക് ചായയിൽ നിന്ന് തുടങ്ങാം. ഇത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ പാലാണ് കേട്ടോ, അത് ഇത്രയും പാല്. അങ്ങനെ ഞാൻ ചായ ഇട്ട് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ പുട്ടുണ്ടാക്കുന്നത് തേങ്ങയും പൊടിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്താണ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത്? ചിലർ 3 ലെയറായിട്ട് തേങ്ങ എങ്ങനെ വയ്ക്കും, ഞാനങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ. അമ്പാടി എഴുന്നേറ്റ് വന്ന് എന്നോട് ചോദിക്കും, ഇന്ന് എന്തോ ആമയെന്ന്. അവൻ ഇന്നലെ പുട്ടും കടലയും വേണമെന്നാണ് പറഞ്ഞത്. ഞാനിന്ന് പുട്ടും പഴവും ആക്കി. അതിനുള്ള ബഹളമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അവന് പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനും ഒരു പരുവം സമാധാനിപ്പിച്ചത് അവന് ചായയും കൊടുത്ത് അവൻ ബൂസ്റ്റ് ഇട്ട്. അവനെന്നും ചായക്കകത്ത് ബൂസ്റ്റ് വേണം കേട്ടോ. ബൂസ്റ്റ് ഇല്ലാതെ അവൻ കുടിക്കത്തില്ല. അപ്പം ടിന്നെല്ലാം മേടിച്ചാൽ എനിക്കത് മുതലാകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നും ഓരോ പാക്കറ്റ് മേടിച്ച് ഓരോ പാക്കറ്റ് അവന് കൊടുക്കും. അതാകുമ്പോൾ അത് പൊട്ടിച്ചിട്ട് അങ്ങ് കുടിച്ചോളും. അങ്ങനെ അവന് ചായയെല്ലാം കൊടുത്ത ശേഷം ഞാൻ തൂപ്പിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പെരയ്ക്കകമെല്ലാം തൂത്ത്, തെണ്ണിയമ്പലമെല്ലാം തൂത്ത്, പെരയ്ക്കകമെല്ലാം തൂത്ത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇനി എനിക്ക് വെളിയിലെ മുറ്റം തൂപ്പ്. അടുത്ത അതിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇത് കണ്ടാ കിടക്കുന്നത്, വിശാലമായിട്ട് കിടക്കുന്നത്. ഈ മുറ്റം എല്ലാം തൂത്ത് മാറ്റണം. ഞാൻ ഒറ്റയ്ക്കല്ല തൂക്കുന്നത് കേട്ടോ, അമ്മയും തൂക്കും. അമ്മയും കുറച്ചൊക്കെ തൂത്ത് സഹായിച്ചു തരും. അവിടെ മുറ്റത്തിരുന്ന് അമ്പാടി അവിടെ പറങ്കാവുണ്ട്. അതിൻ്റെ പറങ്ങാണ്ടിയെല്ലാം 1, 2 എന്നും പറഞ്ഞ് പെറുക്കി ഇടുക അവൻ. അങ്ങനെ കണ്ട ഞങ്ങളുടെ മുറ്റമായതല്ല ഇത്. കണ്ട ഇതെല്ലാം രാവിലെ തൂത്തെടുക്കണം. ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് എൻ്റെ ഈ മുറ്റം തൂപ്പ്. അങ്ങനെ മുറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞ് ഞാൻ എത്രയെല്ലാം തൂത്ത് കേട്ടോ. അതെ ചേട്ടൻ്റെ വീടാണ് ഞാൻ കാണുന്നത്, ഹസ്ബൻഡിൻ്റെ. മുറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അരി അടുപ്പത്തിട്ട് കേട്ടോ. അരിയുടെ കാര്യവും അടുപ്പിലെ തീ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മയാണ് ഏറ്റെടുക്കുന്നത്. വെള്ളം തിളപ്പിക്കുന്നതും ചോറ് വയ്ക്കുന്നതും എല്ലാം അമ്മയാണ്. ഇത് അമ്മായിയമ്മയാണ് കേട്ടോ. അങ്ങനെ അതും കണ്ടിട്ട് ഞാൻ പോയി തുണി അലക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് കുറച്ച് തുണിയുള്ളൂ, എന്നും ഇഷ്ടംപോലെ തുണിയുണ്ട്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇന്ന് കുറച്ച് തുണിയേ ഉള്ളൂ. അങ്ങനെ തുണിയെല്ലാം കഴുകി അപ്പോഴത്തേക്കും പ്രദീപേട്ടൻ കൊല പഴുത്താന്ന് ചാക്ക് തുറന്ന് നോക്കുക. അപ്പോഴത്തേക്ക് പഴമെല്ലാം പഴുത്തിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പുട്ടും പഴമായിട്ട് കൊടുത്തു. അമ്പാടി കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നൂഡിൽസ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞൊക്കെ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ പ്രദീപേട്ടൻ വള്ളത്തിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കുറച്ച് കൊഞ്ചും ഇച്ചിരി മത്തി അയില എല്ലാം കൂടെ ഉള്ളത്. അങ്ങനെ ഞാനതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് പോയി കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് വന്ന് കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തി ഒരു കൊച്ചു മുളകറിയും വെച്ച്, മറ്റേത് അമ്മ പറഞ്ഞു ഒരു ചക്കക്കുരു. ഇന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചക്ക ഇരുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഒരാൾ കൊണ്ട് തന്നതാട്ടോ. ആരുമല്ല, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുരു കണ്ടപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചക്കക്കുരു ഇട്ട് അത് കറി വെക്കണമെന്ന്. അങ്ങനെ അത് ചക്കക്കുരു ഇട്ടൊരു തേങ്ങാക്കറിയും ആക്കാം, ഇതൊരു മുളകറി ആക്കാമെന്നും പറഞ്ഞ് ഞാൻ കറി വെക്കും കേട്ടോ. അങ്ങനെ കറിയുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ച് എണ്ണയ്ക്കകത്തിട്ട് വാട്ടി. ഞാൻ പുളി എണ്ണയ്ക്കകത്തിടുവേ. ചിലർ പുളി ഇടത്തില്ല എണ്ണയ്ക്കകത്ത്, ചിലർ കറി തിളച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഞാനിങ്ങനെ കേട്ടോ, ഞാനെല്ലാം എളുപ്പ പരിപാടിയാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്കങ്ങനെ മെനക്കെടാനൊന്നും വയ്യ. ഞാനെല്ലാം ശൂശുമെന്ന് പറഞ്ഞുള്ള പണിയേ കാണിക്കത്തുള്ളൂ. മുളക് പൊടി സാധനങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് അതിനകത്തോട്ട് തട്ടി മൂപ്പിച്ച ശേഷം മീൻ വിട്ട് വെള്ളം ഒഴിച്ച് മീൻ വിട്ട് ഇറക്കി അനിഞ്ഞെടുക്കുവേ. അങ്ങനെ കറികൾ രണ്ടും ഒരു പരുവം തയ്യാറാകാറായി. അമ്പാടി എന്നെ സഹായിക്കാൻ വന്നിരുന്ന് ഇളക്കുകയായിരുന്നു. അങ്ങനെ കറി രണ്ടും വെന്ത് ഇറക്കി. അങ്ങനെ ജോലിയെല്ലാം ഒരു പരുവം കഴിഞ്ഞ് ഞാൻ തുടപ്പിലേക്കാണ്. തുടപ്പും തൂപ്പും വാരും എല്ലാമായി. പിന്നെ ഗ്യാസ് അടുപ്പും എല്ലാം തുടച്ച് പാചകം എല്ലാം തുടച്ച് വൃത്തിയാക്കി തൂപ്പുവാരലും എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലി ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം സമയം 12:30 ഹായ് ഫ്രണ്ട്സ്, ഉച്ചവരെയുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.